Hello, good morning. It's me, Neelu. Welcome to my YouTube channel. It's just a video about my daily stuff. Nowadays കുറച്ച് റിലാക്സ്ഡ് ആണ് ബിക്കോസ് നമുക്കിപ്പം ഹോളിഡേ അല്ലേ, ക്രിസ്മസ് ആയിട്ട്. കോളേജ് ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു 9 മണിയായി. എല്ലാവരും എഴുന്നേറ്റു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എഴുന്നേക്കാനായിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഫ്രഷായി, മുഖമൊക്കെ കഴുകി, പല്ലൊക്കെ തേച്ചു. അങ്ങനെ ഞാൻ റൂമിലോട്ട് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണമല്ലോ. ഈ രാവിലെ വെള്ളം കുടിക്കുന്ന പരിപാടി പണ്ട് എനിക്കില്ലായിരുന്നു, പക്ഷേ ഈ ഇടക്കാലമായി തോന്നി എനിക്ക് എൻ്റെ ഒരു ആരോഗ്യം നോക്കണമെന്ന്. അങ്ങനെ ഞാൻ കരുതി രാവിലെയൊക്കെ വെള്ളം കുടിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചാലോ എന്ന്. ക്യാമറയിൽ ഒന്ന് കണ്ണ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുഖം നോക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ബെഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി. ഏജുള്ള ദിവസങ്ങളിൽ അമ്മയാണ് ബെഡ് വിരിക്കുന്നത്, കാരണം എനിക്കിത് വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല. 6:45 എനിക്ക് വീട്ടിൽ നിന്ന് പോകണം. ഞാൻ എഴുന്നേക്കുന്ന തന്നെ 6:10 പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി പോകണ്ടേ. ബെഡ് മാത്രം വിരിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതാണെങ്കിൽ അമ്മയുടെ വക എക്സ്ട്രാ കുറേ പില്ലോവും കൂടി ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ അമ്മ എന്നെ ഒട്ടിച്ചിട്ടടിക്കും. ഞാൻ വെച്ചാൽ അമ്മ വീണ്ടും വന്ന് വൃത്തിയായി. അത് കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി ചായ എടുത്തിട്ട് വന്ന്. സാധാരണ ഞാൻ ചായ കുടിക്കത്തില്ല, ഞായറാഴ്ച മാത്രമേ ചായ കുടിക്കുന്നേ. പിന്നെ ഇപ്പം ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ അമ്മ ചായ ഇട്ട് വെച്ചതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മാമൻ്റെ കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അവൻ ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ടേ അവൻ ഫുഡ് കഴിക്കാനായിട്ട് അവൻ പോവുള്ളൂ. അവനോട് ഞാൻ ഹായ് പറയാനായിട്ട് പറയാം. പാവ അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേക്കുന്നതുകൊണ്ട് ആ ഉറക്കപ്പിച്ചിലിരിക്കുന്നുണ്ട്, അവനൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എൻ്റെ വീട്ടിലെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയാണ്. ഇതെല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്രേസ് ഉണ്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. ആ ക്രിസ്മസ് ട്രീ ആയാലും പുൽക്കൂടായാലും എല്ലാം അമ്മ ഉണ്ടാക്കിയതാണ്. അതിലൊരു സാൻഡേ ഇരിപ്പുണ്ട്, കണ്ടോ എന്തോ, അതും അമ്മ ഉണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കിതിനോടൊന്നൊരു ക്രേസ് ഇല്ല. ഈ ചെടിയായാലും ഈ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതായാലും എനിക്കെന്തോ അറിയില്ല. കുറച്ചു നേരം അവിടെ നടന്നിട്ട് പിന്നെ നാഥൻ്റെ അടുത്തോട്ട് പോയി. നാഥൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവ ആലോചിക്കുക, സമ്മതിക്കൂല ഈ പെണ്ണ് തിന്നാനായിട്ട്, വീണ്ടും ക്യാമറയും കൊണ്ട് വന്നേക്കുവാന്ന്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. അവൻ്റെ മുട്ട അടിച്ചു മാറ്റാൻ ഇപ്പം ചെറുക്കം കണ്ടോ, സമ്മതിക്കത്തേയില്ല. അവന് മുട്ടയാണ് ഫേവറേറ്റ്. അവൻ സമാധാനമായിട്ട് തിന്നട്ടെന്ന് കരുതി ഞാനങ്ങ് തിരിച്ചു വന്നു. ചെറുക്കനെ എന്തിനാ വെറുതെ ടെൻഷനാക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ എടുത്തു. ജനലിൽ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് നല്ല ഗ്ലോ. ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്താ ഗ്ലോ അല്ലേ. സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇടിയപ്പവും കടലക്കറിയായിരുന്നു. ഞാനങ്ങനെ അത് എടുത്തിട്ട് വന്നിട്ട് സോഫയിലിരുന്നാണ് കഴിക്കുന്നത്. ഡൈനിങ് ടേബിൾ ഉണ്ട് എങ്കിലും സോഫയിലിരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം വേറെ. അങ്ങനെ ഞാൻ സോഫയിലിരുന്ന് കഴിക്കുന്നത്. ചില സമയത്ത് മാത്രമേ ഡൈനിങ് ടേബിൾ ഇരുന്ന്. TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് കുറച്ച് എഴുതാനുണ്ട് എന്ന്. കോളേജ് ഹോളിഡേ ആണെങ്കിൽ പോലും നമുക്ക് 31 ചെല്ലുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിൻ്റെ ഫയൽ വെക്കാനുണ്ട്. അപ്പം കുറച്ച് റിപ്പോർട്ടും റിക്വയർമെൻറ്റ്സും ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തില്ല, കുറച്ച് എഴുതി. ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് നാഥൻ കയറി വന്നത്. അവന് ഞാൻ എഴുതുവാണെങ്കിൽ അവനും എഴുതണം. അങ്ങനെ ഞാൻ ഒരു പെൻസിലും പേപ്പറൊക്കെ കൊടുത്തു. ഇനി അതിൽ കുത്തി വരച്ചുകൊണ്ടിരിക്കുക. എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു അമ്മയോട് കുറച്ച് കടയിൽ സാധനം മേടിക്കാനായിട്ട് വരുമെന്ന്. അങ്ങനെ ഞാൻ കരുതി ഓക്കെ എന്നാൽ പോയിട്ട് വരാമെന്ന്. വെറുതെ ഇരിക്കല്ലേ എന്തായാലും. അങ്ങനെ ഞാൻ അമ്മയോട് കുറച്ച് വെജിറ്റബിൾസും അല്ലാതെ പിന്നെ അഗ്രോ ബസാറിൽ കയറാനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് വിത്തുകൾ മേടിക്കാനുണ്ടായിരുന്നു ചെടിയുടെയൊക്കെ. അങ്ങനെ അത് മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയെന്ന്. സ്പെഷ്യലായിട്ട് ഞണ്ടും മീൻകറി. സ്പെഷ്യലായിട്ട് ഞണ്ടാണ്, മീൻകറി എന്നുള്ളതാണ്. ഞണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് അമ്മ ഞണ്ടൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ഞണ്ടും മീൻകറിയും കഴിച്ച് എന്നിട്ട് കുറച്ച് നേരം വാർത്ത കണ്ടു. ഞാൻ സാധാരണ വാർത്ത കാണുന്നത് അച്ഛ ഇടുമ്പോഴാണ് ഞാൻ കൂടുതലും കാണുന്നത്, അല്ലാതെ ഞാനായിട്ടിട്ട് വാർത്ത കാണുന്നത് കുറവാണ്. കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് ബോറടിച്ചപ്പോൾ റൂമിൽ വന്ന് സിനിമ കാണാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് സിനിമ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞായിരുന്നു വൈകിട്ട് ക്ലിഫിൽ പോവാം, നാളെ ക്രിസ്മസ് അല്ലേ. അങ്ങനെ ഞാൻ ക്ലിഫിൽ പോകാൻ വേണ്ടി റെഡിയായ വീഡിയോസ് ഒന്നും എടുത്തില്ല. എന്തായാലും റെഡി ആയതല്ലേ, കുറച്ച് പോസ്റ്റൊക്കെ ഇടാൻ കരുതി പോസ്റ്റൊക്കെ ഇട്ടു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നു ഗ്രൂപ്പിൽ, ആയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അല്ലൊക്കെ എന്തായാ ഇവർ പറയുന്നത്. അങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ റിസൾട്ട് വന്നു. എൻ്റെ 4th സെമസ്റ്റർ BSc നഴ്സിംഗ് റിസൾട്ട് വന്നു. എന്തായാലും ഭാഗ്യത്തിന് പാസ്സായി. ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം പത്തോളജി ഫാർമക്കോളജി കുറച്ച് സീനായിരുന്നു. അപ്പോഴേ നല്ല പേടിയായിരുന്നു. റിസൾട്ട് വന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് എന്തായാലും പാസ്സായി. അഥവാ ഞാൻ ഫെയിൽ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയും തന്നെ പൊരിച്ചടിക്കേനെ. അന്നത്തെ ക്ലിഫ് പോക്കും മുടങ്ങിയേനെ. പക്ഷെ സത്യത്തിൽ ഒരു നല്ല രീതിയല്ല എന്ന് എനിക്ക് തോന്നി, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട്. കാരണം നാളെ ക്രിസ്മസ് ആണ്. അതിൻ്റെ തലേദിവസമൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ റിസൾട്ട് വന്നത്. ക്ലിഫിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ പിന്നെ കഫേ ഇറ്റാലിയനിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഞാനൊരു മോക്ടെയിലും അമ്മ ഒരു ടീ ഓർഡർ ചെയ്തു. പിന്നെ കഴിക്കാനായിട്ട് ഞങ്ങൾ തന്തൂരി മേടിച്ചു. ആദ്യം കുടിക്കാനുള്ളതായിരുന്നു വന്നത്. അങ്ങനെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫുഡും അങ്ങനെ എത്തി. ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് രാത്രി ആയപ്പോഴത്തേക്കും
അമ്മയ്ക്ക് രാത്രി പിന്നെ ഒരുപാട് ഇരുട്ടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ തിരിച്ച് നല്ല തിരക്കായിരുന്നു. രാത്രിയപ്പോൾ നല്ല തിരക്കായി തുടങ്ങി. അങ്ങനെ തിരിച്ചവിടുന്ന് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ. താങ്ക്സ് ഫോർ വാച്ചിങ്.